അപ്പോൾ 2CC and BCC കഴിഞ്ഞാൽ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈറ്റിലാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആളുകളുടെ സമയത്തിന് നമ്മൾ ബഹുമാനിക്കണം അല്ലേ? ഒരാൾക്ക് എനിക്ക് ഇഷ്ടംപോലെ ഇമെയിൽ വന്ന് കിടപ്പുണ്ട്, അതിൽ നിങ്ങളുടെ മെയിൽ ഏതാണ്, നിങ്ങളുടെ മെയിലിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അതിൽ സബ്ജക്റ്റ് ലൈൻ കൊടുക്കണം. എൻ്റെ പേരിൻ്റെ താഴെ ഉണ്ടാവുക ഈ സബ്ജക്റ്റ് ലൈനാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ എൻ്റെ കല്യാണം ക്ഷണിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇമെയിൽ അയക്കുവാണ്. സബ്ജക്റ്റ് ലൈൻ ഇല്ലാതെയാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഇമെയിൽ വന്ന് കിടപ്പുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങളിൽ നിങ്ങൾ ബിസിയാണ്. അപ്പോൾ എൻ്റെ ഈ സബ്ജക്റ്റ് ഇല്ലാത്ത ഇമെയിൽ നിങ്ങൾ നോക്കൂല, ചിലപ്പോൾ ഇഗ്നോർ ചെയ്ത് കളയും. പകരം ഞാൻ നിങ്ങൾക്ക് അയക്കുമ്പോൾ സബ്ജക്റ്റ് ലൈനിൽ ഇൻവിറ്റേഷൻ ഫോർ മൈ വെഡിങ് ഇല്ലെങ്കിൽ മൈ വെഡിങ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ലൈൻ കൊടുത്തിട്ടാണ് അയക്കുന്നതെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് റിഗാർഡിങ് മൈ മാരേജ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇമെയിൽ തുറക്കേണ്ടതാണ്, ക്ഷണമാണ്, പോവണം, കാര്യങ്ങളൊക്കെ. സോ സബ്ജക്റ്റ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൊടുക്കാതെ എംപ്റ്റി സബ്ജക്റ്റ് ആയിട്ട് ഒരിക്കലും ഇമെയിൽ അയക്കാൻ പാടില്ല. ഈ 4 സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണ് നമുക്കൊരു വലിയ സ്പേസ് ഉണ്ട് നിങ്ങളുടെ മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ സെക്ഷനെ ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. സല്യൂട്ടേഷൻ ഇല്ലെങ്കിൽ ഗ്രീറ്റിംഗ് പാർട്ട്, ബോഡി, ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ക്ലോസിംഗ് ആൻഡ് സിഗ്നേച്ചർ. ഇതിൽ സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ് കത്തയക്കുമ്പോൾ നമ്മൾ എഴുതുമല്ലോ, പ്രിയപ്പെട്ട, ബഹുമാനപ്പെട്ട, ഇത് തന്നെയാണ് ഇവിടെ പറയുന്ന സല്യൂട്ടേഷനും. കത്തയക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ഒരു ഗ്രീറ്റിംഗ് നമ്മൾ ആദ്യമേ തന്നെ കൊടുക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണ് അയക്കുന്നതെങ്കിൽ അവിടെ ഹായ് രാം, ഹലോ രാജു അങ്ങനെയൊക്കെ കൊടുത്താൽ മതിയാവും. പക്ഷേ കുറച്ച് ഭവ്യത വേണ്ട സ്ഥലത്താണ് ഇല്ലെങ്കിൽ പൊളൈറ്റ് ആയിട്ട് അയക്കുന്ന ഒരു ഇമെയിലാണ്, ഫോർമൽ ഇമെയിൽ ആണെങ്കിൽ ഹായ് ഹലോ കൊടുക്കരുത്, പകരം റെസ്പെക്റ്റഡ് ഇല്ലെങ്കിൽ ഡിയർ ആണ് കൊടുക്കേണ്ടത്. ഇതിൽ തന്നെ റെസ്പെക്റ്റഡ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല, ഡിയർ ആണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഡിയർ സർ, ഡിയർ മാഡം, ഡിയർ മിസ്റ്റർ മോഹൻലാൽ. ഇങ്ങനെ ഇമെയിൽ അയക്കുമ്പോൾ ആണെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ ആണെങ്കിലും നമ്മൾ പാലിക്കേണ്ട മിനിമം മര്യാദയിൽ പെട്ടതാണ് നമ്മൾ ആരാണ് എന്നുള്ളത് ആദ്യം തന്നെ പറയുക എന്നുള്ളത്. അത് നമ്മളപ്പോൾ ഇമെയിലും ചെയ്യണം. നിങ്ങൾ ആരാണ് എന്നുള്ളത് ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ ഒന്ന് വെളിപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കല്ല, നിങ്ങൾ അറിയാത്ത ഒരാൾക്കാണ് ഇമെയിൽ അയക്കുന്നതെങ്കിൽ നിങ്ങൾ ആരാണ് എന്നുള്ളത് തന്നെ ഫസ്റ്റ് പാർട്ടിൽ കൊടുക്കുക. ഐ ആം ബാസില ഫാത്തിമ ഫ്രം സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാഡമി. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്തിനാണ് ഇമെയിൽ അയക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു ഇൻവൈറ്റ് യു ഫോർ മൈ വെഡിങ്. ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു റിക്വസ്റ്റ് യു എ തിങ്. ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു ഇൻവൈറ്റ് യു ഫോർ എൻ ഇനാഗുറേഷൻ. ഇങ്ങനെ എന്തിനാണോ നിങ്ങളുടെ പേർപ്പസ്, ആ പേർപ്പസ് കൂടെ എന്ത് ചെയ്യുക, ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ കൊടുക്കുക. പിന്നെ മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പ്യൂട്ടറിലാണ് ടൈപ്പ് ചെയ്യുന്നത്. സോ 3-4 കുത്തിടാനും 2 എക്സ്ക്ലമേഷൻ മാർക്ക് ഇടാനും ഒരു ഇമോജി ഇടാനൊക്കെ നമുക്ക് നല്ല ടെൻഡൻസി ഉണ്ടാവും. പക്ഷെ അത് ചെയ്യാൻ പാടില്ല. ഒരു കുത്ത്, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ മാത്രമേ പാടുള്ളൂ. കുറേ ഇങ്ങനത്തെ ചിഹ്നങ്ങളും ഇമോജീസും ഒന്നും ഇമെയിലിൽ കൊടുക്കാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ആളുകളുടെ സമയത്തിന് നമ്മൾ ബഹുമാനിക്കണം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അയക്കുന്ന ഇമെയിൽ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ലോങ് ഇമെയിൽ അയച്ചിട്ട് വായിക്കുന്ന ആളുടെ സമയം കളയുന്ന രീതിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പാടില്ല. ഷോർട്ടായിരിക്കണം, എന്നാൽ അതിൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം. അപ്പോൾ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള ഇമെയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അയക്കേണ്ടത്. ഇനി ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി എന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു ഫോർമൽ ഇമെയിൽ ആണെങ്കിൽ ക്ലോസ് ചെയ്യാം. ഇനി ഫോർമൽ ഇമെയിൽ അല്ല, കുറച്ച് ഇൻഫോർമൽ ആയിട്ടുള്ള ഇമെയിൽ ആണെങ്കിൽ യുവേഴ്സ് ട്രൂലി എന്നോ റിഗാർഡ്സ് എന്നോ പറഞ്ഞ് നിങ്ങളുടെ പേര് കൊടുത്ത് ക്ലോസ് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇമെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള മിനിമം കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് ആൻഡ് ഡീറ്റെയിൽസ് ആയി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.